ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറും മുൻമന്ത്രി ആന്റണി രാജുവും തമ്മിലുള്ള പോര് പുതിയ തലത്തിലേക്ക്. പുതുതായി വാങ്ങിയ ഡബിൾ ഡക്കർ ഇലക്ട്രിക് ബസ്സുകളുടെ ഉദ്ഘാടന പരിപാടിയിലേക്ക് ആന്റണി രാജുവിനെ ക്ഷണിച്ചില്ല. ഉദ്ഘാടന ചടങ്ങിന് മുൻപ് ഡിപ്പോയിലെത്തി ആന്റണി രാജു ബസ്സുകൾ സന്ദർശിച്ചു. പുത്തരിക്കണ്ടത്ത് വെച്ച് നടത്താൻ നിശ്ചയിച്ചിരുന്ന പരിപാടി മണ്ഡലം മാറ്റി ക്രമീകരിച്ചത് എങ്ങനെയെന്നറിയില്ലെന്ന് ആന്റണി രാജു പറഞ്ഞു. ബന്ധപ്പെട്ടവർ പറഞ്ഞിരുന്നത് പുത്തരിക്കണ്ടത്ത് ഈ സ്പോട്ടിലെ നയനാർ പാർക്കിന്റെ അവിടെ വെച്ച് ഇത്രയും ബസ്സുകൾ ഒരുമിച്ച് ഫ്ലാഗ് ഓഫ് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പെട്ടെന്നിപ്പോൾ ഇപ്പോഴാണ് മനസ്സിലായത് ഇവിടെ വെച്ചാണ് ഇത് എൻ്റെ ഈ റോഡിൻ്റെ അപ്പുറമാണല്ലോ എൻ്റെ മണ്ഡലം. അപ്പോൾ ഇത് കിഴക്കേക്കോട്ട, തമ്പാനൂർ തുടങ്ങിയ പ്രദേശങ്ങളാണ് KSRTCയുടെയും നഗരത്തിൻ്റെ ഒരു പ്രധാന ഹൃദയഭാഗം. അവിടെ വെച്ചൊക്കെയാണ് സാധാരണ ഉദ്ഘാടനം തൈക്കാട് പോലീസ് ഗ്രൗണ്ട്. അഖിൽ ഷാ അൻസാർ വിവരങ്ങളുമായി. അഖിൽ ഷാ, ഇലക്ട്രിക് ബസ് തന്റെ കുഞ്ഞാണ് എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ മുൻമന്ത്രി ആന്റണി രാജു പരാമർശം നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു ഉദ്ഘാടന പരിപാടിയിലേക്കാണ് ക്ഷണിക്കാതെ ഉദ്ഘാടന ചടങ്ങിന് മുൻപ് ബസ്സുകൾ സന്ദർശിച്ച് മുൻമന്ത്രിക്ക് മടങ്ങേണ്ടി വരുന്നത്. എന്താണ് സംഭവിക്കുന്നത്? അനുജ, അത് അദ്ദേഹം ഔദ്യോഗികമായി ആന്റണി രാജു പറയുന്നില്ല എങ്കിലും ഈ രണ്ട് മന്ത്രി, അതായത് മുൻ മന്ത്രി ആന്റണി രാജുവും അതുപോലെ തന്നെ നിലവിലെ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറും തമ്മിലുള്ള ഒരു അഭിപ്രായത്തിലുള്ള ഭിന്നത, അവർ തമ്മിലൊരു പോര്, അത് കൂടുതൽ ശക്തമാകുന്നതിനുള്ള തെളിവാണ് ഇന്ന് മുൻ മന്ത്രി ആന്റണി രാജുവിന്റെ ഭാഗത്തുണ്ടായത്. എനിക്കിപ്പോ പിന്നിൽ കാണുന്ന ഇന്ന് ഉദ്ഘാടനം നടക്കുന്ന ഈ ഇലക്ട്രിക് ബസ്സുകളുടെയും അതുപോലെ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകളുടെയും ആ ഒരു ഉദ്ഘാടനത്തിന്റെ പോസ്റ്ററാണ്. ഇത് നമുക്ക് കൃത്യമായി കാണാം. അതായത് മന്ത്രി എം.ബി. രാജേഷിന്റെയും അതുപോലെ തന്നെ കെ.ബി. ഗണേഷ് കുമാറിന്റെയും ഫോട്ടോ ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് മുൻ മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കിയ ഒരു കാര്യം, അദ്ദേഹത്തിനോട് നേരത്തെ പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹം നേരത്തെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞിരുന്നത് പുത്തരിക്കണ്ടം മൈതാനത്ത് വെച്ച് ഇത്രയും ബസ്സുകളുടെയും അതുപോലെ തന്നെ ഡബിൾ ഡെക്കർ ബസ്സുകളുടെയും ഒക്കെ ഉദ്ഘാടനം നടത്തുമെന്നായിരുന്നു അദ്ദേഹത്തോട് പറഞ്ഞത്. പെട്ടെന്ന് എന്തുകൊണ്ട് ഇത്തരത്തിൽ മണ്ഡലം മാറ്റി എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല എന്നുകൂടി പറയുന്നു. ഇവിടെ ഈ ബസ് ഉദ്ഘാടനം ഇപ്പോൾ നിലവിൽ ഈ തിരുവനന്തപുരം വികാസ് ഭവൻ KSRTC ഡിപ്പോയിലാണ് നിലവിൽ ഈ ബസ്സുകളുടെ ഉദ്ഘാടനം നടക്കാനിരിക്കുന്നത്. ഒരു മണിക്കൂർ മുമ്പ്, അതായത് ഉദ്ഘാടനത്തിന് ഒരു മണിക്കൂർ മുൻപാണ് ആന്റണി രാജു ഇവിടെ എത്തുകയും ഈ ബസ്സുകൾ സന്ദർശിക്കുകയും ചെയ്തത്. നമ്മൾ ഏറ്റവും പ്രധാനമായും ഇക്കാര്യത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുത്തരിക്കണ്ടം എന്ന് പറയുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവിടെ ഒരു പരിപാടി നടത്തുമ്പോൾ തീർച്ചയായിട്ടും ആന്റണി രാജു അവിടുത്തെ MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ വിളിക്കാതെ മറ്റു മാർഗമില്ല. അത് കണക്കിലെടുത്ത് അതുകൂടി ആ ഒരു ലക്ഷ്യത്തിലാണ് ആ മണ്ഡലം മാറ്റുകയും തിരിച്ച് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലുള്ള ഈ വികാസ് ഭവൻ ഡിപ്പോയിലേക്ക് മാറ്റിയത് എന്നുള്ളൊരു കാര്യവും അദ്ദേഹം പറയാതെ പറയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ അദ്ദേഹത്തിനുള്ള ഒരു അതൃപ്തി അത് പറയാതെ തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറും അതുപോലെ തന്നെ മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജുവും തമ്മിലുള്ള ആ ഒരു പോര് അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നത അത് രൂക്ഷമായ സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. ഏതാണ്ട് ഒരു അരമണിക്കൂറിനകം തന്നെ നിലവിൽ കെ.ബി. ഗണേഷ് കുമാർ മന്ത്രിയും അതുപോലെ തന്നെ എം.ബി. രാജേഷും ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തുകയും ഈ ബസ്സുകളുടെ, അതായത് രണ്ട് ഡബിൾ ഡെക്കർ ബസ്സുകളുടെയും അതുപോലെ തന്നെ ഇലക്ട്രിക് ബസ്സുകളുടെയും സിറ്റി സർക്കുലർ ബസ്സുകളുടെയും ഉദ്ഘാടനം നിർവഹിക്കും. ശരി, അല്പസമയത്തിനകം ഇലക്ട്രിക് ബസ്സുകളുടെ ഉദ്ഘാടനം നിർവഹിക്കാനിരിക്കെയാണ് മുൻമന്ത്രി ആന്റണി രാജു ഉദ്ഘാടനത്തിന് മുൻപ് ബസ്സുകൾ സന്ദർശിച്ചു പോകുന്നത്. ഉദ്ഘാടന പരിപാടിയെക്കുറിച്ച് അറിഞ്ഞില്ല എന്നതടക്കം അദ്ദേഹം പരാമർശം നടത്തുകയും ചെയ്യുന്നുണ്ട്. അഖിൽ ഷായാണ് വിവരങ്ങൾ നൽകിയത്.